പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് +2 തുല്യതയുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ്? റിയോ ഡി ജനീറോ. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ആദ്യ ഭൗമ ഉച്ചകോടി അഥവാ എർത്ത് സമ്മിറ്റ് നടന്നത്. ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയാണ്. അത് 1992 ബ്രസീലിലാണ് ഈ സ്ഥലം. രണ്ടാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നമുക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ആന്ധ്രാപ്രദേശ്. 1953 ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ടാണ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടായത്. ഇന്ത്യയിൽ അവസാനമായിട്ടുണ്ടായ സംസ്ഥാനമാണ് തെലങ്കാന. മേധാ പട്കർ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നർമ്മദാ നദിയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനെതിരെ ജനങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനമായിട്ടുള്ള നർമ്മദാ ബച്ചാവോ ആന്തോളനാണ് മേധാ പട്കറുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം. അപ്പോൾ മേധാ പട്കറിൻ്റെ പ്രസ്ഥാനം നർമ്മദാ ബച്ചാവോ ആന്തോളൻ. എന്തിനു വേണ്ടിയായിരുന്നു? നർമ്മദാ നദിയിലെ വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പുനരധിവാസം, ഇതിനെല്ലാം വേണ്ടി പോരാടിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അതിലെ ഒരു പ്രധാനപ്പെട്ട സമര നായികയായിരുന്നു മേധാ പട്കർ. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം 1975 ജൂൺ 25 അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇത് 1975 ജൂൺ 25 ആയിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുന്ന നേതാവാണ് ജയപ്രകാശ് നാരായണൻ. ഭാരതീയ ജനസംഘവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ, ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഇനി ജനകീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തിയ നേതാക്കൾ ആരെല്ലാമെന്ന് നോക്കാം. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. ഗരീബി ഹടാവോ ഇന്ദിരാഗാന്ധി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഗരീബി ഹടാവോ ഇന്ദിരാഗാന്ധി. സാർക്കിൽ അംഗങ്ങളായിട്ടുള്ള 2 രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ എന്നിവ. സാർക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ. ഇനി ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ്. ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവാണ്. ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവ്. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഷിംല കരാർ. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഷിംല കരാർ. ബൽഗ്രേഡ് ഉച്ചകോടി, അത് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്. ബൽഗ്രേഡ് ഉച്ചകോടി, ചേരിചേരാ പ്രസ്ഥാനം. ലാൽ ബഹദൂർ ശാസ്ത്രി തഷ്കൻഡ് കരാർ. ലാൽ ബഹദൂർ ശാസ്ത്രി തഷ്കൻഡ് കരാർ. അപ്പോൾ ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവാണ്. ഇന്ദിരാഗാന്ധി ഷിംല കരാറാണ്. ബൽഗ്രേഡ് ഉച്ചകോടി ചേരിചേരാ പ്രസ്ഥാനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി തഷ്കൻഡ് കരാറാണ്. ഐക്യരാഷ്ട്രസഭയുടെ 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമെന്നാണ്? പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്. ഇവ പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ 3 ഘടകങ്ങളാണ്. പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി, യുണിസെഫ്, ലോകാരോഗ്യ സംഘടന എന്നിവയും UN പ്രത്യേക ഏജൻസികളാണ്. ഇവ പ്രധാന ഘടകങ്ങളല്ല. പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ് എന്നിവ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അതേസമയം അന്താരാഷ്ട്ര നാണയനിധി, യുണിസെഫ്, ലോകാരോഗ്യ സംഘടന എന്നിവ UN
പ്രത്യേക ഏജൻസികളാണ്. ഇവയൊന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളല്ല. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് ഇത് സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഇത് ഒന്നാം ഗൾഫ് യുദ്ധമാണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഒന്നാം ഗൾഫ് യുദ്ധത്തിന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്ക് എതിരായ ആഗോള യുദ്ധമാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. അപ്പോൾ ഓർത്തിരിക്കേണ്ട പേരുകൾ ഒന്നും കൂടി പറയാം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഒന്നാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്ക് എതിരായ ആഗോള യുദ്ധം. ഇനി നമുക്ക് ആദ്യ 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുള്ള മേധാവിത്വത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മേധാവിത്വം ഉണ്ടായിരുന്നു. അവരാണ് കേന്ദ്രം ഭരിച്ചത്. എങ്ങനെയാണ് അതിനുള്ള മേധാവിത്വം കിട്ടിയത്? 1. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയായതിനാൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ലീഡർഷിപ്പ് അവരായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. 2. കരിസ്മാറ്റിക് നേതൃത്വമാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ജനപ്രിയരും സ്വാധീന ശക്തിയുള്ളവരുമായിട്ടുള്ള നേതാക്കളാണ് അന്ന് കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ജനപ്രിയരും സ്വാധീന ശക്തിയുള്ളവരുമായിട്ടുള്ള നേതാക്കളാണ് കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത്. വ്യാപകമായ സംഘടനാ ശൃംഖലയുണ്ടായിരുന്നു. കോൺഗ്രസ്സിന് അന്ന് വ്യാപകമായിട്ടുള്ള ഒരു സംഘടനാ ശൃംഖലയുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമതലങ്ങളിൽ വരെ കോൺഗ്രസ്സിന് ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നതില്ല കേട്ടോ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമതലങ്ങളിൽ വരെ കോൺഗ്രസ്സിന് ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ അക്കാലത്ത് ദുർബലവും വിഘടിച്ച് നിൽക്കുന്നതുമായിരുന്നു. വിഘടിച്ച് നിൽക്കുന്നതുമായിരുന്നു. ഇപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന ആരാണ്? BJP ഗവൺമെൻറ് ആണല്ലേ. നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു BJP ഗവൺമെൻറ് ആണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ആ ശക്തമായ സംവിധാനത്തിൽ പുറകോട്ട് പോയി എന്നത് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇനി മറ്റൊരു ചോദ്യം പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ 3 രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എഴുതുക. ആഗോളവൽക്കരണത്തിൻ്റെ 3 രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. ഭരണകൂടത്തിൻ്റെ പങ്ക് ചുരുങ്ങുന്നു. ആഗോളവൽക്കരണം മൂലം ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിൻവാങ്ങുകയും വിപണി ശക്തികൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ആഗോളവൽക്കരണം മൂലം ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടം പിൻവാങ്ങുന്നു. അങ്ങനെ വിപണി ശക്തികൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. പരമാധികാരത്തിൻ്റെ ഉള്ള വെല്ലുവിളി. അന്താരാഷ്ട്ര സംഘടനകളുടെയും ഉദാഹരണത്തിന് WTO, IMF, ബഹുരാഷ്ട്ര കമ്പനികളുടെയും ഇടപെടലുകൾ രാജ്യങ്ങളുടെ ആഭ്യന്തര നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളുടെയും ഉദാഹരണം WTO, IMF, അതുപോലെ തന്നെ ബഹുരാഷ്ട്ര കമ്പനികളുടെയും ഇടപെടലുകൾ രാജ്യങ്ങളുടെ ആഭ്യന്തര നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. അതേസമയം ആധുനിക സാങ്കേതിക വിദ്യ ഭരണകൂടങ്ങൾക്ക് തങ്ങളുടെ പൗരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ക്രമസമാധാനം കൂടുതൽ കാര്യക്ഷമമായി പാലിക്കാനും സഹായിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഭരണകൂടങ്ങൾക്ക് തങ്ങളുടെ പൗരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ക്രമസമാധാനം കൂടുതൽ കാര്യക്ഷമമായി പാലിക്കാനും സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25 അല്ലേ. അത് 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെ നീണ്ടുനിന്നു. അപ്പോൾ 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെ. പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന
ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് 352 വകുപ്പ് അനുസരിച്ച്, ഭരണഘടനയുടെ 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.